അതിൻ്റെ ചക്രത്തിൽ ഓരോരുത്തരുടെയും ഒരു സമയത്തൊന്നും അവർക്ക് കൽപ്പിച്ചിരിക്കുന്ന ആ ഉദ്യോഗത്തിൽ നിന്നും ആ പരിശ്രമത്തിൽ നിന്നും അവർ മാറി അടുത്ത ഉദ്യോഗത്തിലോട്ട് അവർ പ്രവേശിക്കേണ്ടതായിട്ടുണ്ട്. അതിന് നമ്മൾ ധാരാളമായിട്ട് സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ്. തന്നിരിക്കുന്നവർക്ക് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ആദ്യമായിട്ട് യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ ആരാധനായ ഔസേപ്പിതാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം സ്കൂളിനെ മാത്രമല്ല ഈ ദേശത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിയിരിക്കുകയാണ്. എല്ലാ ടീച്ചേഴ്സും സ്നേഹത്തോടെയും ഹയർ സെക്കൻഡറിയിൽ സഹോദരതുല്യം എന്നെ സ്നേഹിച്ച പ്രിയപ്പെട്ട ബീന ടീച്ചർ, സബോധ ടീച്ചർ, ടീച്ചർ ഇവരെയൊക്കെ ഞാൻ നോക്കുകയാണ്. വെറുതെ ഒരു ഭംഗി വാക്കുകൊണ്ട് നമ്മൾ കുറച്ച് വാക്കുകളൊക്കെ പറഞ്ഞു പോയാൽ അതൊരു ഭംഗി വരില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള വാക്കുകളൊന്നും ഞാൻ ഉപയോഗിക്കുന്നതുമില്ല. നോക്കി കാണാറുണ്ട്. മനുഷ്യൻ അങ്ങനെ പോകുമ്പോൾ പോലും അവരുടെ കർമ്മത്തിൽ നിന്ന് വ്യക്തമാകില്ല. റോഡ് സൈഡിൽ ഡ്യൂട്ടിക്ക് നിന്നാൽ തന്നെ 5 6 മണി വരെ അവർ
നിൽക്കുന്നതിൽ യാതൊരു വൈമനസ്യവും കാണിക്കുകയാണ് ഈ കുഞ്ഞു പോകുന്ന വിജയമാണ്. ഓഫീസിനെ കുറച്ചുകൂടെ പ്രകാശപൂരിതമാക്കിയിരുന്നു. എത്ര കാര്യക്ഷമമായിട്ടാണ് കൊടുക്കുന്നത്. ഏത് കാര്യവും പറഞ്ഞാൽ അത് പ്രവർത്തിച്ചിട്ടയാണ്. തെറ്റ് വരുന്നത് കേട്ടിട്ടുണ്ട്. ഏകദേശം 10-34 വർഷത്തെ സർവീസ് മനോഹരമാണ്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ അനന്തര തലമുറകളും കണ്ടു പഠിക്കുകയും മനസ്സിലാക്കുകയും. പിന്നെ പ്രിൻസിപ്പൽ ജസ്റ്റിൻ സാർ കുറച്ചുകൂടെ വ്യക്തിഗതം കാത്തു സൂക്ഷിച്ചിരുന്നു. എന്തുകൊണ്ട് എന്നുള്ളതാണ്. കൂടുതൽ സമയം ജസ്റ്റിൻ സാറിനോട് നടത്തുന്നതായിട്ട് നിങ്ങൾ കാണുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? സാറ് പറഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ. നിങ്ങൾ കാണുന്നത് മറ്റൊന്നുമായിരുന്നില്ല. രാവിലെ 8 മണിക്ക് വരുന്നതിന് ചർച്ച ചെയ്യാറുണ്ട്. ഞാൻ വ്യക്തിഗതം കാത്തു സൂക്ഷിക്കാറുണ്ട്. അത് യൂത്ത് ഹോസ്റ്റലുകളിൽ കുട്ടികളെ കൊണ്ടുപോകുന്നതിനായാലും ഫുഡ് ഫെസ്റ്റ് നടത്തുന്നതിനായാലും കുട്ടികളെ കൊണ്ട് ടൂർ പോകുന്നതിനായാലും ഇത് പിള്ളേരുടെ ജീവനക്കാരെ കുറിച്ചുള്ള ഒരു ലഘുവിവരണം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ ടീച്ചർ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട എച്ച്.എം, സിസ്റ്റേഴ്സ്, PTA പ്രസിഡന്റ്, വിരമിക്കുന്ന അധ്യാപക സുഹൃത്തുക്കൾ, PTA അംഗങ്ങളെ, സഹപ്രവർത്തകരെ, ഏവർക്കും എന്റെ സ്നേഹ നമസ്കാരം. ഒരു യാത്രയയത്തിന്റെ ഭാഗമായിട്ടാണ് നാം ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഈ അധ്യയന വർഷത്തിൽ വിരമിക്കുന്ന പ്രിയ അധ്യാപകരെ സദസ്സിൽ പരിചയപ്പെടുത്തുക എന്ന കർത്തവ്യമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. മുന്നോട്ട് പോകുമെന്ന് ഈ അവസരത്തിൽ സാറിനെ അറിയിക്കുകയാണ്. അങ്ങനെയുള്ള ഞങ്ങളുടെ ആദരവും നന്ദിയും അറിയിക്കുന്നതിനോടൊപ്പം അനന്തര ജീവിതം കുടുംബത്തോടൊപ്പം സന്തോഷകരമായിരിക്കാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയും ചെയ്യും. നമ്മോടൊപ്പമായിരുന്ന സുഖവും ദുഃഖവും സന്തോഷവും പങ്കുവച്ച വിദ്യാർത്ഥികൾക്ക് സുഗമമായി സങ്കീർണമായ കൊമേഴ്സ് തത്വങ്ങളെ ലളിതമായി പ്രായോഗികമായി അവതരിപ്പിക്കുന്നതിൽ ബീന ടീച്ചർ അസാധാരണ കഴിവ് തെളിയിച്ചു. വാണിജ്യശാസ്ത്രത്തിന്റെ സൂക്ഷ്മതകളിലേക്ക് വിദ്യാർത്ഥികളെ നയിച്ച ബീന ടീച്ചർ അവരുടെ ഭാവി ജീവിത വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു. പരീക്ഷകളിൽ മികവ് തെളിയിക്കാനുള്ള മാർഗദർശനം നൽകുന്നതിനോടൊപ്പം ധനകാര്യ മാനേജ്മെന്റിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ബോധവൽക്കരണം നടത്തി. വിദ്യാർത്ഥികളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും അവരുടെ കഴിവുകൾ വളർത്തിയെടുക്കാനും ടീച്ചർ എപ്പോഴും സന്നദ്ധയായിരുന്നു. അധ്യാപന പരിചയത്തിന്റെ കരുത്തിലും വിദ്യാർത്ഥികളോടുള്ള ആത്മബന്ധത്തിലും അധിഷ്ഠിതമായ അവരുടെ അധ്യാപന രീതി വിദ്യാർത്ഥികൾ എന്നും ഓർമ്മിക്കുക തന്നെ ചെയ്യും. ശ്രീമതി ബീന ടീച്ചറിനോടുള്ള ഞങ്ങളുടെ ആദരവും നന്ദിയും അറിയിക്കുന്നതിനോടൊപ്പം സുഖകരമായ വിരമിക്കൽ ജീവിതം ആശംസിക്കുകയും ചെയ്യുന്നു. ഈ അധ്യയന വർഷത്തിൽ നമ്മോട് വിടപറയുകയാണ്. 1999 ഈ വിദ്യാലയത്തിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ചുമതലയേറ്റ ശ്രീമതി സഹോദ ടീച്ചർ കഴിഞ്ഞ 24 വർഷങ്ങളായി രസതന്ത്രത്തിന്റെ അത്ഭുത ലോകം വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുകയായിരുന്നു. തന്റെ വിദ്യാഭ്യാസ യോഗ്യതയിൽ ഗൾഫ് നാടുകളിലെ അനുഭവ സമ്പത്തും സമന്വയിപ്പിച്ച് വിദ്യാർത്ഥികൾക്ക് ആഗോള തലത്തിലുള്ള വിജ്ഞാനം നൽകാൻ ശ്രീമതി സഹോദ ടീച്ചർ പരികർമ്മത കാണിച്ചു. ക്ലാസ് മുറികളെ കവിഞ്ഞുള്ള പഠന രീതികൾ സ്വീകരിച്ച സഹോദ ടീച്ചർ പരീക്ഷണങ്ങളിലൂടെയും പ്രായോഗിക പരിശീലനങ്ങളിലൂടെയും വിദ്യാർത്ഥികളെ ശാസ്ത്രാഭിരുചി വളർത്തിയെടുത്തു. നമ്മളൊക്കെ ഒരു തലത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടി ദൈവനിയോഗമായി ഇവിടുത്തെ ശില്പി എന്ന് വിശേഷിപ്പിക്കാവുന്ന അഭിവന്യ ഡോക്ടർ തോമസ് മാധവ് സുബീസുകാരനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. സ്നേഹമുള്ള ടീച്ചേഴ്സ്, PTA പ്രസിഡന്റ്, സ്നേഹമുള്ള കൊളീഗ്സ്, സ്റ്റാഫ് അംഗങ്ങളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സമ്മിശ്ര വികാരങ്ങളോടാണ് നമ്മളിവിടെ സമ്മേളിച്ചിരിക്കുന്നത്. ഈ ഏതാനും പതിറ്റാണ്ടുകൾ ഈ സ്കൂളിൻ്റെ ഭാഗമായിരുന്നു. ഇവിടെ അവരുടെ ഊർജവും സമയവും സിദ്ധികളുമൊക്കെ വ്യയം ചെയ്ത് ഈ സ്കൂളിനെയും ഈ സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥികളെയും ഈ സ്കൂളുമായി ബന്ധപ്പെട്ട ധാരാളം വ്യക്തികളെയും യാഥാർത്ഥ്യങ്ങളെയും ധന്യമാക്കിയതിന് ശേഷം
ഔദ്യോഗികമായി ഇവിടെ പറയുന്നതിൻ്റെ ഒരു വേദന നമ്മുടെ ഉള്ളിലുണ്ട്. അതോടൊപ്പം ഈ പ്രിയപ്പെട്ടവർക്ക് വിശ്രമിക്കും പറഞ്ഞ് ശരി ആരെ കണ്ടാലും എന്താണ് റിട്ടയറിയേണ്ടതെന്ന് പറയില്ല അല്ലേ? തീർച്ചയായും ഇവർക്ക് ഇപ്പോഴത്തെ ചെറുപ്പത്തിലാണ്. പക്ഷേ നമ്മുടെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, സർക്കാർ അനുശാസിക്കുന്ന ഒരു സിസ്റ്റം, അതിൻ്റെ ഭാഗമായിട്ട് മാത്രം റിട്ടയർ ചെയ്യുന്നതാണ്. സാധാരണ ഇനിയാണ് കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ദൈവം തരുന്ന ശിഷ്ടായുസ് വളരെയധികം ക്രിയാത്മകമായി ചെലവഴിക്കാൻ സാധിക്കും. ഒരു പക്ഷേ കുടുംബത്തോടൊപ്പം കൊച്ചുമക്കളോടൊപ്പം എനിക്കറിയില്ല, അവരോടൊപ്പമൊക്കെ സമയം ചെലവാൻ കൂടെ നിങ്ങൾക്ക് അവസരം ലഭിച്ചിരിക്കാം. കാരണം ഇത്രയും നാൾ ഒരു ദിവസത്തിൻ്റെ കൂടുതൽ സമയം നിങ്ങൾ ഈ സ്കൂളുമായുള്ള ബന്ധത്തിലാണ് ചെലവിട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷപ്രദമായ, ഫലദായകമായ, അനുഗ്രഹീതമായ ഒരു ശിഷ്ടായുസ് ദൈവത്തിനത്തോളം കാലം ഞാൻ സ്നേഹത്തോടെ ആശംസിക്കുന്നു. ദൈവങ്ങളുടെ എല്ലാവരെയും സമർപ്പിക്കുന്നു. അടുത്തതായി ആശംസ ഗാനമാണ്. ഇത് ആലപിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട അധ്യാപികമാരെ ക്ഷണിക്കുക.
ഒരു വിദ്യാലയത്തിൽ നിന്ന് ഏതാണ്ട് 9 അധ്യാപകർ പഠിക്കാനിറങ്ങി പോകും. 9 അധ്യാപകർ പഠിക്കാനിറങ്ങി പോകുക എന്ന് പറയുമ്പോൾ ഒരു സ്കൂളിൽ ഒരു പരിശീലനം തന്നെ അസംഭവമാണ്. നമുക്കറിയാലോ, ഒത്തിരിയേറെ പ്രായം ചെന്ന് നമുക്ക് ആരംഭത്തിലറിയാം, ഒത്തിരിയേറെ വയസ്സായ ഒരു രീതിയിലാണ് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളത്. അപ്പോൾ പല എന്താ പറയുക, ശരിക്കും എനിക്ക് ചെറിയ എക്സ്പീരിയൻസ് പറയാൻ ഞാനൊരു കൺസൾട്ടൻ്റാണ്, ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റാണ്. അപ്പോൾ ഭാവി ആശംസകൾ നേർന്നുകൊണ്ട് ഭാവിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ തന്നെ ഇനിയും മറ്റു പലർക്കും മാതൃകാപരമായിട്ട് ഉപദേശിക്കാൻ അല്ലെങ്കിൽ പ്രവർത്തിച്ച് കാണിക്കാനുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇത് റിട്ടയർമെന്റ് സെക്കൻഡ് ലൈഫിലേക്ക് നിങ്ങൾ കാലത്ത് വെക്കുകയാണ്. നിങ്ങൾ പറഞ്ഞു നടക്കാനുള്ള കേൾകളെ പോലെയാണെന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ ലൈഫ് ഭാവി ജഗദീശ്വരൻ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ജീവിതം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പിതാവ് ജോസഫ് PTA പ്രസിഡന്റ്, ഇവിടെ ലഭിക്കുന്ന പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരെ ശ്രീ വിജയകുമാർ ചേട്ടൻ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ദീർഘമായ ഒരു സംസാരത്തിനുള്ള സമയമല്ല. ഇവിടെ ഒരു ജനത ഇവിടെ ജീവിച്ചിരുന്നു, എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്തുകൊള്ളാവുന്നത്, അതായത് ആ ചിന്മയുള്ളതിന് ഈ ലോകത്ത് ചിലതൊക്കെ ചെയ്യാൻ കഴിയും എന്ന് ഉദ്ഘോഷിച്ച ആ ഒരു സംഭവത്തെ ഒന്നുകൂടെ പ്രകടിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഉപഹാര സമർപ്പണമാണ്. ഉപഹാരം നൽകുന്നതിന് സർവ്വധരണീയ പിതാവിനെ ക്ഷണിക്കുന്നു. ഉപഹാരം സ്വീകരിക്കുന്നതിന് വേണ്ടി ഉപഹാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സബോർ ടീച്ചറിനെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ലിലി ടീച്ചറിനെ ക്ഷണിക്കുകയാണ്. ബിന്ദുവിലെ ടീച്ചറിനെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. കുമാരി ഗീത ടീച്ചറിനെ ക്ഷണിക്കുകയാണ്. സോറി, പത്മ കെ നായർ ടീച്ചറിനെ ക്ഷണിക്കുകയാണ്. സുരഭാന ടീച്ചറിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അടുത്തതായി കുമാരി ഗീത ടീച്ചറിനെ ക്ഷണിക്കുന്നു. അടുത്തതായി നമ്മുടെ പ്രിയങ്കരനായ ശ്രീ വിജയകുമാർ സാറിനെ, ഓഫീസ് ജീവനക്കാരനാണ്, അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അടുത്തതായി ഉപഹാര സമർപ്പണം നടത്തി ഈ ജീവനക്കാർ സഹകരിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഉത്തമ വിശ്വാസം.
ഈ സർവീസിൽ ലഭിക്കുന്ന ജീവനക്കാർക്ക് എല്ലാവിധമായ ആശംസകളും നേർന്നു. PQ ഉപഹാരം സമർപ്പിക്കുന്നതിനായി ബഹുമാനമുള്ള ജോസഫിനെ ക്ഷണിച്ചു. ജോസഫിനെ ഉപഹാരം സ്വീകരിക്കുന്നതിന് വേണ്ടി ജസ്മിൻ സാറിനെ ക്ഷണിക്കുന്നു. അടുത്തതായി വീണ ടീച്ചറെ ക്ഷണിക്കുന്നു. സഹോദര ടീച്ചറിനെ ക്ഷണിക്കുന്നു. അടുത്തതായി ലില്ലി സുഗതം ടീച്ചറിനെ ക്ഷണിക്കുന്നു. പത്മാക്കി നായർ ടീച്ചറിനെ ക്ഷണിക്കുന്നു. അടുത്തതായി ബിന്ദുവിന്റെ ടീച്ചറിനെ ക്ഷണിക്കുന്നു. അടുത്തതായി സുലഭാന ടീച്ചറിനെ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അടുത്തതായി കുമാരി വീണ ടീച്ചറിനെ ക്ഷണിക്കുന്നു. അടുത്തതായി നമ്മുടെ ഓഫീസിലെ സമർത്ഥനായ ജീവനക്കാരൻ ശ്രീ SP വിജയകുമാർ സാറിനെ ക്ഷണിക്കുന്നു. അടുത്തതായി വളരുന്ന അധ്യാപകരോട് സംസാരിക്കേണ്ട സമയമാണ്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അവർ നിങ്ങളോട് സംസാരിക്കും. സമയം കുറവായതുകൊണ്ടാണ് പ്രത്യേകിച്ച് ആദ്യമായിട്ട് നമ്മുടെ ഇടവാങ്ങുകയാണ്. പ്രത്യേകിച്ച് സെന്റ് ഓഫ് നൽകുമ്പോൾ നന്ദി പറയുന്നതിന് ഇരിക്കുകയാണ്. അതാണ് നമ്മളൊരു രീതി. ഇപ്പൊ എല്ലാവർക്കും നന്ദി പറയുക എന്നുള്ളതാണ്. ഇവിടെ പ്രത്യേകിച്ച് ഒന്നാമത് എനിക്ക് ജോലി കിട്ടാനും അല്ലെങ്കിൽ ഇവിടെ സർവീസിൽ കയറുന്നതിനും ഏകദേശം 26 വർഷം പൂർത്തീകരിക്കുന്നതിനും സാധിച്ച ദൈവത്തിനാത്മീയ നന്ദിയിലേക്ക് കൊടുക്കുന്നുണ്ട്. രണ്ടാമത് എനിക്ക് അപ്പോയിന്റ്മെന്റ് തന്ന അല്ലെങ്കിൽ എന്നെ സേവനത്തിലേക്ക് അല്ലെങ്കിൽ ആദ്യമായിട്ട് നിയമനം തന്ന മാനേജ്മെന്റിനും പ്രിൻസിപ്പലായിട്ട് എന്നെ നിയമിച്ച നമ്മുടെ ഇപ്പോഴത്തെ മാനേജ്മെന്റിനുള്ള നിസ്സീമമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് 25 വർഷമാണ്. അതേപോലെ തന്നെ എന്നോടൊപ്പം പെൻഷനാവുന്ന മറ്റ് എല്ലാ അധ്യാപകർക്കും ആയുസ്സും ആരോഗ്യവും ഞാൻ ആശംസിക്കുന്നു. 25 വർഷമാണ് ഞാനിവിടെ 25 വർഷം അധ്യാപകനായി. ഇനിയും ഈ സ്കൂള് അനുദിനവും വളർന്ന് പന്തലിച്ച് ഇതിനെക്കാലം മറുപടിയോടും ശക്തിയോടും നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വളരെ ദിവസം ഇത് ജീവിതത്തിലെ ഒരു അധ്യായം ഇവിടെ പൂർത്തിയാക്കുകയാണ്. ആ ഒരു ഒരു ധന്യതയാണ് ഇപ്പോൾ തോന്നുന്നത്. നമ്മളൊരു ക്ലാസ്സിൽ പാഠം പഠിപ്പിച്ച് ആ ഒരു അധ്യായം പഠിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലൊരു ചാരിതാർത്ഥ്യം ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ ഒരു മനസ്സോടെയാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ പല പല അവസ്ഥകളിലൂടെ ഇപ്പോൾ ഞാൻ ആദ്യം ഒരു മകളായി ഒരു വിദ്യാർത്ഥിയായി സേവനങ്ങളില്ലാതെ ഈ ഘട്ടത്തെ അവസാനിപ്പിക്കാൻ കഴിഞ്ഞു എന്നതിലും എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. സദസ്സിലിരിക്കുന്നതിൻ്റെ എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ നിൽക്കുന്നതിന് കാരണക്കാരായ എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ ടീച്ചേഴ്സ്, ബാക്കി നമ്മുടെ ബാബു സാർ, ബാക്കി എല്ലാ കന്യാത്മാക്കളെയും ഞാൻ ഇവിടെ സ്മരിക്കുന്നു. അവർക്കെല്ലാം എൻ്റെ നന്ദി അർപ്പിക്കുന്നു. ഇനി എനിക്ക് നിങ്ങൾ തന്ന എല്ലാ സഹകരണങ്ങൾക്കും സ്നേഹമസൃണമായ വാക്കുകൾക്കും
ഞാൻ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. വേദിയിലും പേഴ്സണലിറ്റിയും അപൂർവമായി പ്രിയപ്പെട്ടവർ, എനിക്ക് പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയാനൊന്നുമില്ല. പഴയ നമ്മുടെ മാനേജർ എസ്.പി. ഗോകുമാർ സാറിനെ ഞാൻ അങ്ങേയറ്റം നന്ദി സാറിനെ ഓർമ്മിക്കുകയാണ്. അതുപോലെ ഇപ്പോഴത്തെ മാനേജറിൻ്റെ കീഴിൽ ജോലി ചെയ്യാൻ സാധിച്ചു. ഇവിടെ എനിക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തത് ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും നന്ദി പറയുന്നു. എനിക്ക് ആദ്യമായി എനിക്കിവിടെ ജോലി തന്ന എൻ്റെ പൂർവ്വ മകൻ്റെ മനസ്സുകൊണ്ട് പങ്കുവയ്ക്കുന്നു. എൻ്റെ ഔദ്യോഗിക ജീവിതം തുടങ്ങിയത് നെല്ലിമുടി സെല്ലാങ്കി സർവീസിൽ നിന്നാണ്. എനിക്കത് മറക്കാൻ കഴിയില്ല. ഞാൻ വീട് കഴിഞ്ഞ അവരെ സഹായിച്ച എല്ലാ അംഗങ്ങൾക്കും സഹപ്രവർത്തകർക്കും നന്ദി അറിയിക്കുന്നു. സഹായിച്ച പഴയ മാനേജ്മെൻറ്റിന് ഇപ്പോഴത്തെ നമ്മുടെ മാനേജ്മെൻറ്റിന് നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ വന്ന കാലഘട്ടം മുതൽ എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഹെൽപ്പായി നിന്നിട്ടുള്ള ടീച്ചർ മുതൽ ജസ്റ്റിൻ്റെ സാർ വരെയുള്ള എല്ലാ പ്രിൻസിപ്പൽമാർക്കും 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള എല്ലാ അധ്യാപകർക്കും അധ്യാപകർക്കും ഒരുവിധമുള്ള സമയത്തിന് സഹകരണത്തിനും സപ്പോർട്ടിനും എല്ലാത്തിനും ഉന്നതങ്ങളായ മനോഹരമായ മോഹനമെന്ന് ഞാൻ ആദരിച്ചതായ PTA മെമ്പേഴ്സിനെ PTA മനസ്സിലാക്കാൻ അതിനെക്കുറിച്ചാണ്. വേദിയിൽ സദസ്സിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, എൻ്റെ സഹപ്രവർത്തകരെ, PTA എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, എല്ലാവർക്കും എൻ്റെ നമസ്തേ. ഞാൻ 24 ഓഗസ്റ്റ് 1998 ആദ്യമായിട്ട് ഗോകുമാർ സാറിൻ്റെയും അന്നത്തെ പ്രിൻസിപ്പളായിരുന്ന വസന്ത ടീച്ചറിൻ്റെയും കാല് തൊട്ട് വന്നിച്ചാണ് ഞാൻ ഈ സ്ഥാപനത്തിലേക്ക് കയറി വരുന്നത്. ആദ്യം അവരെ ഞാൻ മനസ്സുകൊണ്ട് ഹൃദയപൂർവമായ നന്ദി രേഖപ്പെടുത്തുന്നു, സ്മരിക്കുന്നു സാറിന്. എങ്കിലും അവസാനം വരെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റി, എൻ്റെ ഡ്യൂട്ടികളെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. വീണ്ടും ഞാൻ എല്ലാവരോടും നന്ദി. PTA എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, PTA മെമ്പേഴ്സ്, നിങ്ങളുടെ ആദരവിന് നന്ദി. എല്ലാവർക്കും നന്ദി. താങ്ക് യു. എൻ്റെ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, PTA ഭരണമാണ്. ഞാനിവിടെ ഏതാണ്ട് 33 വർഷം അധ്യാപികയായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 10 വർഷമാണ് ഇവിടെയെങ്കിലും. ബാക്കി ഉള്ള വർഷങ്ങളെല്ലാം പുറത്തായിരുന്നു. എൻ്റെ ആദ്യത്തെ വരവിൽ, അതായത് ഗോകുമാർ സാറിനെ ഈ സമയം ഞാൻ ഓർക്കുന്നു. അതായത് 2021 ഞാൻ രണ്ടാമത് തിരിച്ചു വന്നപ്പോൾ എന്നെ രണ്ട് കൈകൊണ്ട് സ്വീകരിച്ച എൻ്റെ സുഹൃത്തുക്കൾക്കും അതിലുപരി മാനേജ്മെൻറ്റിനും എല്ലാ സപ്പോർട്ടും തന്ന മാനേജ്മെൻറ്റിനും ഞാൻ ഈ സമയം നന്ദി രേഖപ്പെടുത്തുകയാണ്. എല്ലാവരും ഞാൻ നന്ദി പറയുന്നു. സ്റ്റാഫ് സെക്രട്ടറിയായ ജേസസ് സാർ, അതേപോലെ നമ്മുടെ എല്ലാം എനിക്കിവിടെ ജോലി തന്ന ബാബു സാറ് ആണെങ്കിലും പറയാതിരിക്കാൻ പറ്റില്ല. ബാബു സാറിൻ്റെ അമ്മയാണ്, അതായത് സരസ്വതി അമ്മ, എക്കടത്തിൻ്റെ അമ്മയെന്നാണ് പറയപ്പെടുന്നത്. ആ അമ്മയാണ് എനിക്ക് ജോലി ഇവിടെ ബാക്കിയാണ് വന്നിരുന്നത്. പഠിച്ച കാലം മുതൽ ഞാനിവിടെ 80 കാലഘട്ടങ്ങളിൽ ഞാൻ ഈ സ്കൂളിൽ തന്നെ പഠിക്കുകയും ഇവിടെ തന്ന സ്നേഹ ഉപകാരത്തിന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ നൽകിയ ഈ സ്നേഹ ഉപകാരത്തിന് നന്ദി പ്രകാശിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. രേണുവേ നീരാകരേണു കിനാവിന്റെ നീലക്കടമ്പിൽ പരാഗതേനു പൊഴിയും പൊഴിയോ നനഞ്ഞ കുമ്പിയും നീ
നിലതെറ്റി വീണ രണ്ടിലകൾ നമ്മൾ നമ്മുടെ ആണ് അടുത്ത ഞങ്ങളെ സ്നേഹത്തോടെ ക്ഷണിക്കും. ആദരണീയനായ പിതാവ് ജോസച്ച, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാനിയെ, ഉച്ചഭക്ഷണം ഇപ്പൊ നേരത്തെ സുനിൽ സാറിന് പറഞ്ഞതുപോലെ ഒരു സ്കൂളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഉച്ചഭക്ഷണം. എനിക്കൊന്നും അറിയേണ്ടി വന്നിട്ടില്ല കഴിഞ്ഞ 4 വർഷങ്ങൾ. ഇപ്പോഴും ടീച്ചർ പെൻഷനാവുന്ന ഈ മാസം വരെയും ടീച്ചറിനെ ഞാൻ ആ കമ്മിറ്റിയിൽ നിന്ന് മാറ്റിയിട്ടില്ല. ഇപ്പോഴും ടീച്ചർ ഒപ്പിട്ട ബില്ലാണ് ഞങ്ങൾക്ക് പോയത്. എല്ലാ പേരും എനിക്ക് സത്യം ഒരു സഹോദരങ്ങളെ പോലെയായിരുന്നു. എല്ലാ പേർക്കും ഈ സ്കൂളിന്റെ പേരിലുള്ള നമ്മുടെ ഓരോരുത്തരുടെയും പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു.